all. Welcome to AZB Academy. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന RRB ഗ്രൂപ്പ് ഡിയുടെ നമ്മുടെ കോഴ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നാണ്. അപ്പൊ ഒത്തിരി പേർക്ക് ഡൗട്ട് ആണ് എങ്ങനെ പർച്ചേസ് ചെയ്യാം. കുറെ പേര് നമ്പേഴ്സിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ നമ്പറിലാണ് വിളിച്ച് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോ എല്ലാവർക്കുമുള്ള ഈ പർച്ചേസ് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ എന്തായിരുന്നു, ഇനിയിപ്പോ വിളിച്ച് ചോദിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വിളിച്ച് ചോദിച്ചാലും മതി കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ വരുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സ് എന്താണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ RRB ഗ്രൂപ്പ് ഡിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും ഈ മിസ് എന്താ എല്ലാ വീഡിയോയിലും പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി ഇന്ന ആൾക്ക് അപേക്ഷിക്കാം, ഇത്ര വയസ്സ് വരെ ഇത്ര സാലറി ആണ്, ഇതൊക്കെ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഓരോ വീഡിയോയിലും ഒരാള് പുതിയതായിട്ട് കാണും. ആള് ചിലപ്പോ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ എല്ലാ ദിവസവും കാണുന്നവരെ ഒന്ന് ക്ഷമിക്കുക. ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഈ ജോലി ചിലപ്പോൾ നമ്മൾ കാരണം കിട്ടുവാണെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ. അറിയാണ്ട് ഒരിക്കലും RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അറിയാതെ ആരും അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത്. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ കണ്ട കിനാശ്ശേരി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 1-നാണ്. ഫെബ്രുവരി 22 വരെ ആയിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്തായിരുന്നു, മാർച്ച് 1-നാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. നല്ലൊരു കാര്യം. ഇത് അപേക്ഷിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കുക. അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, 10ാം ക്ലാസ് യോഗ്യതയില്ലല്ലോ, ITI ആണോ എന്ന്. പക്ഷെ ITI ഉള്ളവർക്കുള്ള പോസ്റ്റുകൾ ഉണ്ട്, 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കുള്ള പോസ്റ്റുകൾ ഉണ്ട്. അപ്പൊ 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി സാലറി വരുന്നത് 18,000 രൂപയാണ്. ഇതിന്റെ കൂടെ DAയും HRAയും നല്ലപോലെ HRAയും DA ഉണ്ടാവും. സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നല്ലൊരു സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇനി 32,438 വേക്കൻസീസ് ആണുള്ളത്. 32,438 വേക്കൻസീസ് ആണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാ വരുന്നത്? 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 33 വയസ്സ് വരെയാണ് റെയിൽവേയുടെ സാധാരണ ഏജ് ലിമിറ്റ്. കൊറോണ കാരണം എഴുതാൻ പറ്റാത്തവർക്കുള്ള ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ടാണ് ഈ വർഷം 36 വയസ്സ് വരെ, അടുത്ത പ്രാവശ്യം മുതൽ 33 വയസ്സ് വരെ തന്നെ ആയിരിക്കും. സോ മാക്സിമം ആൾക്കാർ എഴുതുക. ഇനി OBC ആണെങ്കിൽ നമുക്ക് 39 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 41 വയസ്സ് വരെയും നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ എക്സാം ഡേറ്റ് വരുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും എക്സാം നടക്കുന്നത്. 6 മാസം സമയമുണ്ട്. 6 മാസത്തിനുള്ളിൽ പഠിക്കണം, പഠിച്ചു തുടങ്ങണം. ഇനി നമുക്ക് ഒരു കോഴ്സ് ഉണ്ട്, അതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കോഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡഡ് സെഷൻസും ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇഷ്ടംപോലെ മോക്ക് എഴുതി ഓരോ ടോപ്പിക്കിന് ശേഷം ഓരോ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതെല്ലാം എഴുതി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ എടുത്ത് നോക്കിയിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് പ്രീവിയസ് ഇയറിൽ എന്താണ് ചോദിച്ചത് എന്നുള്ള ഡൗട്ട് ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം എന്തായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നെ നമ്മളുടെ കോഴ്സിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ തന്നെ അത് ആക്സസ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തരുന്നുണ്ട്. നമ്മൾ തരുന്ന ആ ഒരു നോട്ട്സ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കുക. അപ്പൊ ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെന്ററിംഗ് സപ്പോർട്ട് ഉണ്ട്. എന്തായിരുന്നു, മെന്ററിംഗ് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ എന്തായിരുന്നു, നിങ്ങൾക്ക് അവിടെ ഒരു മെന്റർ ഉണ്ടാവും. മെന്ററിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരുന്നു, എല്ലാത്തിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം AZB കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം? നമ്മുടെ AZB ആപ്പ് ഉണ്ട്, AZB അക്കാഡമി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, മൊബൈലും മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നോർമലി ഒരു ആപ്പ് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക, OTP കൊടുത്ത് അങ്ങനെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതാണ് നമ്മുടെ കോഴ്സ്. 1499 രൂപയാണ് ഇത്. ഈ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടുന്നത്. JI20 എന്ന് പറയുന്ന കോഡ്. എവിടെയാണ് ഈ കോഡ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം ഇപ്പോ. അപ്പൊ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചോദിക്കും, ഓക്കെ വാട്ട് ആർ യു പ്രിപ്പയറിംഗ് ഫോർ എന്ന് വേണ്ടി ചോദിക്കും. അപ്പൊ ഓൾ കാറ്റഗറീസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഹോമിലേക്ക് പോകുമ്പോൾ നമ്മുടെ മെയിൻ പേജിലേക്ക് പോകുമ്പോൾ താഴെ കണ്ടില്ലേ ഹോം, ബാച്ചസ്, സ്റ്റോർ, അതിൽ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം.
സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് RRB ഗ്രൂപ്പ് ഡി മാത്രമല്ല അസിസ്റ്റന്റ് സെയിൽസ്മാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ PSC കോഴ്സുകളും കിട്ടുന്ന ലക്ഷ്യവും ഒക്കെ എന്തായിരുന്നു നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടത്? സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ RRB ഗ്രൂപ്പ് ഡി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, RRB ഗ്രൂപ്പ് ഡി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഈ ഹെഡിങ് നോക്കണ്ട, ഇങ്ങനെയാണ് എല്ലാ കോഴ്സും പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1860 കാണും. ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യരുത്, ബൈ നോ കൊടുക്കരുത്. ഇതിന്റെ താഴെ നമുക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ റീഡ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ റീഡ് മോർ ഓപ്ഷനിൽ പോവാ. എന്നിട്ട് ഏറ്റവും താഴെ ഹാവ് എ കൂപ്പൺ കോഡ് എന്ന് കാണിക്കും. യെസ്, നമ്മുടെ കയ്യിൽ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ആ കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്യുക, JIJI20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്ലൈഡ് കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം? 1490 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. 1490 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് കഴിഞ്ഞ് ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തിട്ട് എവിടെ കണ്ടില്ലേ, ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, പേടിഎം ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? കണ്ടിന്യൂ കൊടുക്കണം. എന്നിട്ട് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എങ്ങനെയാ കോഴ്സ് എടുക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട് ചോദിക്കുക. അതുപോലെ തന്നെ താഴെ നമ്മുടെ ഗൂഗിൾ ഫോം ഉണ്ട്, അതിലൂടെ നിങ്ങളുടെ ഡൗട്ട് ചോദിക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതൊന്നും പർച്ചേസ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ നമ്പറിൽ വിളിച്ചോളുക. എന്നിട്ട് പറഞ്ഞാൽ മതി ഇവിടെ നിന്നാണ് വിളിക്കുന്നത്, നമ്മള് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മെന്റേഴ്സ് ഉണ്ട്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാന്നൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് എന്താ ഇനി പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഏറ്റവും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം 6 മാസത്തിനുള്ളിൽ പരീക്ഷ വരികയാണ്, 1 വർഷത്തിനുള്ളിൽ ജോലി കിട്ടുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡായിട്ട് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.